ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയായി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായി ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 10 അല്ലി ചെറിയ ഉള്ളി, 15 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് ഇത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിലിട്ടാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വിറകടുപ്പിൽ മൺചട്ടിയിലൊക്കെ വെച്ച് വേവിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് ഇറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തത് ഒരു 6 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ബീഫിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സവാള അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ തക്കാളി ചേർത്താൽ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. തക്കാളി ചേർക്കാതെയും തയ്യാറാക്കാം. ഞാനിവിടെ തക്കാളി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടും അതിന് മുമ്പുമുള്ളൊരു ടേസ്റ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലായി കിട്ടും. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കി നല്ല റോസ്റ്റാക്കി എടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഉള്ളതെന്ന്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും ഈ ബീഫ് വരട്ടിയത്. ഇനി അതിലേക്ക് അല്പം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.